നീ നോക്കല്ലേ, എനിക്ക് പേടിയാണ് അങ്ങനെ തിരിഞ്ഞെടുക്ക്. അതായത് ശ്രീതുക്ക, ഐ ഹാവ് എ ക്രഷ് ഓൺ യു. രാത്രി ലൈവില് ശ്രീതുവും റസ്മിനും കൂടി സംസാരിക്കാണ്. രണ്ടുപേരും കിടന്നും ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് കിടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് റസ്മിൻ പറയാണ് ശ്രീതുവിന്റെ അടുത്ത്, എനിക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നിന്റെ അടുത്ത് പറയാനുണ്ട് എന്ന്. അപ്പൊ ശ്രീതു എന്താ പറഞ്ഞോളൂ എന്ന് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, നീ അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടക്കുന്ന, എനിക്ക് നിന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല എന്നവിടെ പറയുന്നുണ്ട് റസ്മിൻ. എന്നിട്ട് ശ്രീതുവിനെ അപ്പുറത്തേക്ക് തിരിച്ചു കിടന്നിട്ട് പറയാണ്, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കണം, നീ ഒന്നും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസ്മിൻ അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. ഞാൻ നിന്നിൽ നിന്ന് ഒരു അകലം പാലിക്കാൻ തീരുമാനിച്ചു എന്നാണ് റസ്മിൻ അവിടെ ശ്രീതുവിന്റെ അടുത്ത് പറയുന്നത്. അപ്പൊ ആദ്യം കേൾക്കുന്ന ശ്രീതുവിനെ പ്രത്യേകിച്ചൊന്നും തോന്നാത്തത് കൊണ്ട് ശ്രീതു ആണോ ശരി എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ട വഴിക്ക് റസ്മിൻ ചോദിച്ചപ്പോ അപ്പോഴാണ് ശ്രീതു ചോദിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ട് എന്ന് ചോദിക്കുന്നത് അപ്പോഴാണ്. അപ്പൊ വീണ്ടും നീ തിരിഞ്ഞെടുക്ക എന്നെ നോക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് റസ്മിൻ പറയുന്നത്, നിനക്കൊരു പ്രശ്നം വരരുത് എന്ന് കരുതിയിട്ടാണ്, എന്തായാലും നമ്മുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് വേണമെന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ ശരിയാവില്ല, നിനക്കൊരു പ്രശ്നം വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഡിസ്റ്റൻസ് ഇടുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ശ്രീതുവിനെ കാര്യം മനസ്സിലാവുന്നില്ല. ശ്രീതു എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് റസ്മിൻ അവിടെ പറയുന്നത്, എനിക്ക് നിന്റെ അടുത്ത് ഒരു ക്രഷ് തോന്നുന്നു എന്ന്. ശ്രീതു ആകെ ഷോക്കിംഗ് ആവുന്നുണ്ട്. ഷോക്കിംഗ് ആയിട്ട് ക്രഷോ എന്ന് ചോദിച്ചിട്ട് ശ്രീതു എഴുന്നേറ്റിരുന്ന വഴിക്ക് അവിടെ റസ്മിൻ പറയുന്നുണ്ട്, ഇല്ല നീ കൂടുതലൊന്നും ചോദിക്കരുത്, എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് റസ്മിൻ അവിടെ വിലക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ അടുത്തൊരു ക്രഷ് തോന്നുന്നു, അത് എനിക്ക് പറയണമെന്ന് തോന്നി, അത് നേരിട്ട് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾക്കിടയിൽ ഇനിയൊരു ഡിസ്റ്റൻസ് ഇടുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞത് എന്നാണ് റസ്മിൻ പറയുന്നത്. പക്ഷെ ശ്രീതു ആകെ ഷോക്കിംഗ് ആവാണ്. അതിനുശേഷം ശ്രീതു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. എനിക്ക് ചുണ്ടുമ്മ ബാമിടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീതു അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. എന്നിട്ട് അവിടെ ചോദിക്കുന്നുണ്ട് റസ്മിൻ്റെ അടുത്ത്, അല്ല എനിക്കൊരു ഡൗട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട്, വേണ്ട ഇനി ഒരു കാര്യവും നീ എൻ്റെ അടുത്ത് ചോദിക്കരുത്, കൂടുതലൊന്നും ചോദിക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ശ്രീതുവിനെ എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, എന്താണ് അതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴൊന്നും അവിടെ മറുപടി കൊടുക്കാനായിട്ട് അവിടെ റസ്മിൻ തയ്യാറാവുന്നില്ല. നീ കൂടുതൽ എന്നോടൊന്നും ചോദിക്കരുത്, കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അവിടെ റസ്മിൻ. പിന്നെ പറയുന്നുണ്ട്, എനിക്കിത് നിൻ്റെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ മൈക്ക് ഊരി വെച്ചിട്ട് നിൻ്റെ അടുത്ത് സംസാരിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇപ്പം അങ്ങനെ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ മൈക്കിട്ട് സംസാരിച്ചത്. ഇത് പുറത്തേക്ക് ഔട്ട് പോകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞു നിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യം, പക്ഷെ അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പറഞ്ഞത്. നമുക്കിടയിൽ ഇനി ഒരു ഡിസ്റ്റൻസ് വേണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നാണ് റസ്മിൻ അവിടെ പറയുന്നത്. എന്തായാലും കാണുന്ന പ്രേക്ഷകർക്കും കേൾക്കുന്ന പ്രേക്ഷകർക്കും ഇതൊരു ഷോക്കിംഗ് തന്നെയായിരിക്കും. എന്തായാലും ഇങ്ങനൊരു കാര്യം റസ്മിൻ അവിടെ പറയുക എന്നുള്ളത് പറഞ്ഞത് ഒരു ഷോക്കിംഗ് തന്നെയായിരിക്കും. ശ്രീതുവിൻ്റെ അടുത്തൊരു ക്രഷ് തോന്നുന്നു റസ്മിനെ എന്നുള്ളത്. എന്തായാലും ഇതിൻ്റെ ഭാവി എന്താണ്, ബാക്കി എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഈ ഒരു കാര്യം ടോപ്പിക് സംസാരിച്ച് കഴിഞ്ഞ വഴിക്ക് ശ്രീതു ഞാൻ ഉറങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുമ്പോൾ ദൈവമേ എന്താണെന്ന് വിചാരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീതു പെട്ടെന്ന് തന്നെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഉറങ്ങാൻ പോവായിരുന്നു. ശ്രീതുവിനെ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഡൗട്ട് തോന്നിയിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിലും റസ്മിൻ അവിടെ മറുപടി പറയാൻ തയ്യാറായില്ല.